Reflex Tech Valleyയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു 5.1 ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ്. നമ്മൾ ഇതേപോലത്തെ ഒരു ആംപ്ലിഫയർ മുൻപ് ചെയ്തിട്ടുണ്ട്, അതായത് ARC പോലത്തെ ഉള്ള ഒരു ഇൻപുട്ട് വെച്ചിട്ട് മുൻപ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, സൗണ്ട് ബാറിലൊക്കെ നമുക്കൊരു ARC, ഒപ്റ്റിക്കൽ, കോയാക്സിൽ ഇതൊക്കെയാണ് ഡിജിറ്റൽ ഇൻപുട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടിവിയിൽ നിന്ന് എടുക്കാവുന്ന ഒരു ഡിജിറ്റൽ ഇൻപുട്ടോട് കൂടിയാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് HDMI ARC ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. HDMI ഔട്ടില്ല, ഇന്നാണ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ സ്മാർട്ട് ടിവികളിലൊക്കെ ഉപയോഗിക്കുന്ന ARC, അതായത് ടിവിയിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ പെൻ ഡ്രൈവ് വഴി നമ്മൾ ഫിലിം ഇട്ടാലും അതുപോലെ തന്നെ ഓഡിയോ ഇട്ടാലും ടിവിയിൽ വരുന്ന യൂട്യൂബ് വഴി, നെറ്റ്ഫ്ലിക്സ് വഴി, എന്ത് വഴിയായാലും നമുക്ക് ഇത് ടിവിയിൽ വരുന്ന ഓഡിയോ ഫുള്ളായിട്ട് നമുക്ക് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HDMI ARC ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ ഔട്ട്പുട്ടായിട്ടാണ് ടിവിയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ടിവിയിൽ നെറ്റ്ഫ്ലിക്സ്, അല്ലയോ അതുപോലെ തന്നെ ആമസോൺ പ്രൈം ഇങ്ങനെയുള്ള ചാനലുകളിലെല്ലാം വരുന്ന 5.1 ഒറിജിനൽ HD, 5.1 ഡോൾബി ഡിജിറ്റൽ, അതുപോലെ തന്നെ DTS, ഈ ഫയലുകളെല്ലാം ഒറിജിനൽ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതായത് സെൻട്രൽ ചാനൽ പണ്ടൊക്കെ നമ്മൾ DVD കേട്ടിരുന്ന പോലെ തന്നെ സെൻട്രൽ ചാനലിൽ വോയിസ് മാത്രം വരാവുന്ന രീതിയിലാണ് ഒറിജിനൽ DTS എഫക്റ്റ് വരുന്നത്, അതായത് ഡോൾബി ഡിജിറ്റൽ വരുന്നത്. അതേ എഫക്റ്റോട് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്കിതിൽ വരുന്ന യൂട്യൂബിൽ വരുന്ന സ്റ്റീരിയോ ഔട്ട്പുട്ടോട് കൂടിയുള്ള ഒരു ഓഡിയോ ഫയൽ വന്നാലും, അതുപോലെ തന്നെ MP3 നമ്മൾ സോങ്സ് ഇട്ടാലും നമുക്കിതിനകത്ത് പ്രൊലോജിക്ക് സെക്കൻഡ് വെർഷനാണ്, 2 വെർഷനാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. അതും ഒപ്റ്റിക്കലും വഴി ലഭിക്കും, കോയാക്സിൽ വഴി, HDMI ARC വഴി തന്നെ നമുക്ക് 5.1 ഡിജിറ്റൽ ഇൻപുട്ടോട് കൂടി തന്നെ കിട്ടും. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് 5.1 ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ സെക്ഷൻ ബോർഡ് വന്നിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ ആണ്. അതിനകത്ത് സബ്വൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് IRF 240, 940 ആണ്. 2 പെയർ ഉപയോഗിച്ചിരിക്കുന്ന ബ്രിഡ്ജ് ബോർഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് 200 വാട്ട് RMS ആണ് നമുക്ക് അതിൽ നിന്നും മോസ്ഫെറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറ്, ഞാനെന്നല്ല എല്ലാ ടെക്നീഷ്യന്മാരും അതുപോലെ തന്നെ ആംപ്ലിഫയർ ഉണ്ടാക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന IC തന്നെയാണ്. TDA 2030 ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 5 ചാനലിന് വേണ്ടി. അത് ഏകദേശം ഒരു 20 വാട്ട് താഴെ നമുക്ക് 4 ohmസിലൊക്കെ ലഭിക്കും. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ്. ടൊറോയിഡ് ട്രാൻസ്ഫോമർ നമ്മൾ പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കേണ്ടതാണ്, നമ്മുടെ പേരിൽ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുക്കുന്ന ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പവർ സപ്ലൈ അത് തന്നെയാണ്, നമ്മുടെ പേരിൽ തന്നെ ചെയ്യിപ്പിച്ചെടുക്കുന്ന 2-3 രീതിയിൽ നമ്മൾ PCB ചെയ്ത് വെച്ചിട്ടുണ്ട് പവർ സപ്ലൈ. അത് നമ്മുടെ ഈ പേരിൽ തന്നെയാണ് നമ്മൾ പവർ സപ്ലൈ ചെയ്തെടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു സറൗണ്ട് ബോർഡ്, അതായത് പ്രൊലോജിക് ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പഴയ രീതിയിൽ എല്ലാവരും ചെയ്തിരിക്കുന്നത്, പുതിയ രീതിയിലുള്ള ഒരു ബോർഡാണ് വന്നിരിക്കുന്നത്. അതിന് ICയിലും സബ്വൂഫറിൻ്റെ IC ഒക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന G-Techൻ്റെ HDMI കാർഡ് ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. ഓഡിയോ റഷ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്യൂടെക്കിൻ്റെ ARC ഒപ്റ്റിക്കൽ വരുന്ന ആ ഡിജിറ്റൽ കാർഡ് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അങ്ങനത്തെ രീതിയിലാണ് ആ ബോർഡ് പുതിയതായിട്ട് യൂണിവേഴ്സിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള പവർട്രിക്കിൻ്റെ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്പീക്കർ ഔട്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബനാന സോക്കറ്റാണ്, നമ്മൾ എൽക്കോണിൻ്റെ ബനാന സോക്കറ്റാണ്. അത് കളറിൽ ചെറിയ വ്യത്യാസത്തിലാണ് നമ്മൾ ബനാന സോക്കറ്റ് ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മൾ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്, അതായത് ബ്ലാക്ക് മാറ്റിലും ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഗ്ലോസിലും ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പാനലും അക്രിലിക്കാണ്. പുറകുവശത്തും നമ്മൾ ചെയ്തിരിക്കുന്നത് അക്രിലിക് തന്നെയാണ്, മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ ബോർഡുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ ഇന്റീരിയലൊന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോയ്ക്കുള്ള എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഓഡിയോയ്ക്കുള്ള പ്രശ്നം നമുക്ക് യൂട്യൂബിൽ തരുന്ന കുറച്ച് ഓഡിയോ സോങ്സ് ഇടാൻ സാധിക്കുള്ളൂ. പിന്നെ യൂട്യൂബിൽ വരുന്ന കുറച്ച് വീഡിയോ നമുക്ക് കിട്ടുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ARCയുടെ ക്വാളിറ്റിയും ഔട്ട്പുട്ടൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ കൂടുതലും പവർ സപ്ലൈ ഒരു ഭാഗത്തേക്ക് നീക്കുകയാണ് ചെയ്യാറ്. ഇതിൽ വന്നിരിക്കുന്നത് പവർ ഓണിൻ്റെ കണക്ടറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ് നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു 12 വോൾട്ട് എടുത്ത് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് 12.012 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ 5 ചാനലിന് വേണ്ടിയിട്ട് 12.012 ഒരു 5 ആംപിയർ എടുത്തിട്ടുണ്ട്. സബ്വൂഫർ ആംപ്ലിഫയറിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു 35.035 ആണ്. അതും ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആണ് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫാനിന് വേണ്ടിയിട്ടുള്ള ഒരു 12.012 ആണ് വേറെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ നോയ്സും കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരില്ല. നമ്മൾ അത്രയും സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ യൂണിവേഴ്സലിൻ്റെ 5.1 ബോർഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IRF 240, 940 മോസ്ഫെറ്റ് ആണ് സബ്വൂഫറിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. 200 വാട്ട് നമുക്ക് ഇതിൽ നിന്ന് സബ്വൂഫറിലേക്ക് നമുക്ക് ലഭിക്കും 4 ohmസിൽ. പിന്നെ കൊടുത്തിരിക്കുന്നത് TDA 2030 ആണ് ഈ കൊടുത്തിരിക്കുന്നത് 5 ചാനലിന് വേണ്ടിയിട്ട്. TDA 2030 നിങ്ങൾ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ്. അല്ല
ആംപ്ലിഫയറിലും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് അത് തന്നെയാണ്. നല്ല ക്വാളിറ്റിയും ഹൈ ക്വാളിറ്റിയിലാണ് നമ്മൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 2030 തന്നെയാണ് TDA. ഇതിൽ ഏകദേശം ഒരു 20 വാട്ടിൻ്റെ താഴെ തന്നെ നമുക്കിത് ഓരോ ചാനൽ ലഭിക്കും ഔട്ട്പുട്ട്. പിന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ARC ബോർഡ് കൊടുത്തിരിക്കുന്നു. ARC നമ്മൾ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെ തന്നെയാണ്. ഇതാണ് ARC ബോർഡ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ, കൊയാക്സിൽ, HDMI, ARC ഇത്രയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഈ ബോർഡ് ഷോർട്ടേജ് ആയിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചു തുടങ്ങി. ഇതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ്. പിന്നെ കൊടുത്തിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ പുതിയ റിമോട്ട് കിറ്റാണ് വന്നിരിക്കുന്നത്. ആ റിമോട്ട് കിറ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇതാണ് യൂണിവേഴ്സലിൻ്റെ പുതിയ റിമോട്ട് കിറ്റ്. ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിച്ചിട്ടുണ്ട്. ഇതാണ് പഴയ റിമോട്ട് കിറ്റ് വരുന്നത്. ഇതിനകത്ത് പ്രോഗ്രാം ഐസിയും സബ്വൂഫറിൻ്റെ ഐസിയും വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു PCBയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന യൂണിവേഴ്സലിൻ്റെ ബോർഡ്. ഇതിൽ നിന്ന് അതിൻ്റെ ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷനുകളാണ് നല്ല രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. എല്ലാം കവറിങ്ങോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടുകളെല്ലാം നിങ്ങൾ നോക്കിയാൽ ഈ സൈഡ് വഴി നമ്മൾ കവർ ചെയ്തതിന് ശേഷമാണ് കൊടുത്തിരിക്കുന്നത്. പവർ സപ്ലൈ അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കവർ ചെയ്തിട്ടാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കൂളിംഗ് ഫാൻ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സബ്വൂഫറിലേക്കുള്ള ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പവർ ട്രിക്കിൻ്റെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. എൽക്കോണാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട്, സെൻറ്റർ, സറൗണ്ട്, സബ്. നല്ല രീതിയിലുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്, നല്ല ഗേജും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. പുറകിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അക്രിലിക് പാനൽ തന്നെയാണ്. മാറ്റ് ഫിനിഷ് ആയിട്ടാണ്, കാരണം കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം മാറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് HDMI ARC കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ഇതേപോലെയുള്ള HDMI കണക്ട് ചെയ്തതിന് ശേഷം റിമോട്ടിൽ ARC ഓൺ ആക്കുകയാണെങ്കിൽ TVയിൽ ഓഡിയോ കിട്ടും. അതുപോലെ തന്നെ കൊയാക്സിൽ, ഒപ്റ്റിക്കൽ, ഇത്രയാണ് ഇതിനകത്ത് ഡിജിറ്റൽ ഇൻപുട്ട് വന്നിരിക്കുന്നത്. ഈ 3 ഡിജിറ്റൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോൾബി ഡിജിറ്റൽ, അതുപോലെ തന്നെ DTS ഇതെല്ലാം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ പ്രൊലോജിക് വെർഷൻ 2 ആയിട്ടും വർക്ക് ചെയ്യും. സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി പ്രൊലോജിക് പുറകിൽ 2 സറൗണ്ട് സ്പീക്കറായിട്ടും വർക്ക് ചെയ്യും. അതുകൂടാതെ ഡയറക്റ്റ് 5.1 ഇൻപുട്ട് നമുക്ക് ഇതിനകത്ത് ലഭിക്കും. അതായത് 5.1 ഇൻപുട്ട് എന്ന് പറയുന്നത് ഒറിജിനൽ HD 5.1 ഡോൾബി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെൻട്രൽ വോയിസ് മാത്രം, ബാക്കി എല്ലാത്തിലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ശബ്ദങ്ങൾ വരാവുന്ന രീതിയിലാണ് DTS പറയുന്നത്, അതായത് ഡോൾബി ഡിജിറ്റൽ പറയുന്നത്. ഇതെല്ലാം വന്നിരിക്കുന്നത് അനലോഗ് ഇൻപുട്ടാണ്. OX 1, OX 2, OX 3 ഇതെല്ലാം സ്റ്റീരിയോ ഇൻപുട്ടുകളാണ്. ഇതുവഴി കൊടുത്താൽ നമുക്ക് പ്രൊലോജിക് വെർഷൻ കിട്ടുന്നതാണ്. പിന്നെ വന്നിരിക്കുന്നതാണ് 2 സബിനുള്ള കട്ടിംഗ് ആണ് കൊടുത്തത്. ഒരു സബ്ബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സബ്വൂഫർ 1 ആണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. സബ്വൂഫറിൻ്റെ പ്ലസ് മൈനസ്, അതുപോലെ തന്നെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് അതിൻ്റെ പ്ലസ് മൈനസ്, സെൻറ്റർ ചാനൽ പ്ലസ് മൈനസ്, ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അതിൻ്റെ പ്ലസും മൈനസാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ പവർ ഓൺ പ്ലഗ് ആണ്. ഇതിനകത്ത് ഇൻബിൽഡ് ഫ്യൂസോട് കൂടി തന്നെയാണ് വരുന്നത്. ഇത് കമ്പ്യൂട്ടർ സോക്കറ്റാണ്. നല്ല രീതിയിലുള്ള എൽക്കോമിൻ്റെ നമ്മളൊരു കമ്പ്യൂട്ടർ സോക്കറ്റ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പവർ ഓൺ കേബിൾ വരുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതും നമുക്ക് എറണാകുളത്ത് കിട്ടുന്ന ചേതൻ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു കേബിളാണ്. നമ്മൾ ഏറ്റവും കുറഞ്ഞതല്ല, നല്ല കൂടിയൊരു AC കോഡാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. പിന്നെ കണക്ട് ചെയ്യേണ്ടതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാവുന്നതാണ്. എളുപ്പം എല്ലാത്തിലും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സ്പീക്കർ എല്ലാനും എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട്, സെൻറ്റർ, സറൗണ്ട്, സബ് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇൻപുട്ടുകൾ റിമോട്ടിലും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ പുറകിൽ എല്ലാനും എഴുതിയിട്ടുണ്ട്. ഒപ്റ്റിക്കൽ, കൊയാക്സിൽ, TV ARC എന്നുള്ളത്. ഓക്സിലറി ഇൻപുട്ടും നമുക്കിതിൽ കണക്ട് ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കും. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഫേസ് തന്നെയാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് അക്രിലിക് മാറ്റ് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ ഈ ഭാഗം വന്നിരിക്കുന്നത് ഗ്ലോസി ആയിട്ടുള്ളതാണ്. കാരണം പുറകിലുള്ള ഡിസ്പ്ലേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഈ ഭാഗത്ത് എൻകോഡറാണ്. ഇത് നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചാനലിൽ ഫ്രണ്ട്, റിയർ, സെൻറ്റർ, സബ് ഇതെല്ലാം സെലക്ട് ചെയ്യാൻ സാധിക്കും. ലോങ് പ്രസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ടുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ എൽക്കോണിൻ്റെ നല്ല രീതിയിലുള്ളൊരു പവർ ഓൺ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് യൂണിവേഴ്സലിൻ്റെ പുതിയ ഡിസ്പ്ലേയിൽ വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കുറച്ച് ക്ലാരിറ്റി കൂടിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് USB കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇത് സബ്വൂഫറിൻ്റെ ഓളിയാണ്. നമുക്കിത് സബ്വൂഫർ പെട്ടെന്ന് ഓളിയം കുറയ്ക്കണമെന്നുണ്ടെങ്കിലും കൂട്ടണമെന്നുണ്ടെങ്കിലും ഇതുവഴി സാധിക്കും. പിന്നെ നമ്മുടെ റിഫ്ലക്സ് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് 5.1, 5.2 എന്നുള്ള ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന ബ്ലൂടൂത്ത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ARC, ഒപ്റ്റിക്കൽ, കൊയാക്സിൽ ഇതൊക്കെയാണ് ഇൻപുട്ട്. ഇതാണ് നമ്മുടെ റിമോട്ട് വന്നിരിക്കുന്നത്. റിമോട്ടിൽ ഇതെല്ലാം ഫംഗ്ഷനുകളാണ് ഇതിനകത്ത് ഇൻപുട്ടുകൾ. ഈ ഭാഗത്താണ് ഏറ്റവും മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ഡിജിറ്റൽ ഇൻപുട്ട്. ഇതിൽ വന്നിരിക്കുന്ന ARC, ഒപ്റ്റിക്കൽ, കൊയാക്സിൽ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. TV എന്നുള്ള ARC ഓൺ ആക്കിയതിന് ശേഷം ഇതിനകത്ത് ARC ഓൺ ആക്കി കഴിഞ്ഞാൽ TVയിലെ ഓഡിയോ കട്ടായതിന് ശേഷം ഇതിനകത്ത് ആംപ്ലിഫയർ വഴി നമുക്ക് കേൾക്കാവുന്നതാണ്. പിന്നെ വന്നിരിക്കുന്നത് USB
USB പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് മോഡ് ബട്ടൺ ഉണ്ട്. മോഡ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത്, ഓക്സിലറി, പെൻഡ്രൈവ് ഇതെല്ലാം സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓക്സ് 1, ഓക്സ് 2, ഓക്സ് 3 ഇത്രയൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് USB-യിലുള്ള പാട്ട് നെക്സ്റ്റ് ചെയ്യാനും വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് ഈ ബട്ടണുകൾ വന്നിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ചാനലിൻ്റെ വോളിയാണ്. ഇത് റിയർ, സെൻറ്റർ, സബ് വൂഫർ. SW എന്ന് എഴുതുന്നത് സബ് വൂഫറാണ്. ഇത് വോളിയം എന്ന് എഴുതിയത് മാസ്റ്റർ വോളിയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ബേസ്, ട്രബിള്. പിന്നെ 1, 2, 3 നമുക്ക് പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ഈക്വലൈസറാണ്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോണുകൾ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പിന്നെ മ്യൂസിക്, മൂവി എന്നുള്ളൊരു ഓപ്ഷനാണ് ഈ റിമോട്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഈ പവർ ഓൺ ബട്ടനാണ്. ഇത് പവർ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിമോട്ട് കിറ്റിലെ പവർ മാത്രമാണ് ഓഫ് ആവുന്നത്. ആംപ്ലിഫയറിൻ്റെ ടോട്ടലി പവർ ഓഫ് ആവുന്നില്ല. ഇത്രയൊക്കെയാണ് റിമോട്ടിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൻ്റെ എല്ലാ സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്ഥിരം നമ്മൾ ഉപയോഗിക്കാറുള്ള സ്പീക്കർ തന്നെയാണ് 4" 2 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് റൈറ്റ് ചാനലായിട്ട് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ചാനൽ 2 4" വിത്ത് ട്യൂട്ടറാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ചാനലാണ് കൊടുത്തിരിക്കുന്നത്. അത് 4" തന്നെ. സറൗണ്ടും ഇതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നതും. പിന്നെ സബ് വൂഫർ നമ്മൾ സ്ഥിരം കൊടുക്കാറുള്ള സോണി തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് TV-യുടെ ARC-യുടെ ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആംപ്ലിഫയറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റീരിയോ ആണ് വരുന്നത്. സ്റ്റീരിയോ നമ്മൾ പ്രൊലോജിക്കായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ് ആമസോൺ, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഇതൊക്കെ 5.1 ഡോൾബി, DTS ഇതെല്ലാം നമുക്ക് ലഭിക്കുക. അതുവഴിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 5.1 DTS നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഓഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് പെൻഡ്രൈവ് വഴിയാണ്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം.
ഏകദേശം നിങ്ങൾ അതിൻ്റെ ഇൻറ്റീരിയലും കണ്ടിരിക്കുക, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും കേട്ടിരിക്കും. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിക്ക് ഒരു പരിധിൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ DSLR ക്യാമറയുടെ മൈക്കും അതുപോലെ തന്നെ മൊബൈലിൻ്റെ മൈക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓഡിയോ എടുക്കുന്നത്. ചില സമയത്തൊക്കെ നന്നാവും, ചില സമയത്തൊക്കെ ഇത്തിരി ചില മോശമായിട്ടൊക്കെ വരാറുണ്ട്. അതിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലുകളോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. കാരണം വാട്സപ്പ് ചാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 റിപ്ലൈ കൊടുക്കും, പിന്നെ റിപ്ലൈ ഉണ്ടാവില്ല. നിങ്ങൾ മാക്സിമം വിളിച്ചാൽ മതി. ചാറ്റിംഗ് ഒഴിവാക്കിയിട്ട് വാട്സപ്പ് കോളോ IMO കോളോ അതുപോലെ നോർമൽ കോളോ നിങ്ങൾ വിളിച്ചാൽ മതി. ചാറ്റിംഗ് ഒഴിവാക്കുക. അതുകൂടാതെ ഇതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാറുണ്ട്. യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ ടൈറ്റിൽ ചെയ്തതിന് എൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു മോർന്ന് കാണാം. മോർ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽ എഴുതാറുണ്ട്. അതായത് ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ വില വിവരങ്ങൾ, എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചിരുന്നു, എന്തൊക്കെ ഇൻപുട്ടുകൾ ഇതിനകത്ത് നമുക്ക് ലഭിക്കും, അതെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതാറുണ്ട്. വീഡിയോയിൽ പറഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്. അത് നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ കാണാം. അത് അമർത്തിയാലും നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.